എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിദ്യ. ആം, ഇന്ന് ജ്യോതിഷത്തിൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള രണ്ട് ഫോഴ്സസിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. രാഹുവും കേതുവും. നിങ്ങളെല്ലാവരും ചിലപ്പം ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ജ്യോത്സ്യന്മാരൊക്കെ പറയുന്നത് ഒരു നെഗറ്റീവ് ഫോഴ്സസ് ആണ് എന്നും ഇവരുടെ പ്രഭാവം നല്ലതല്ലെങ്കിൽ നമുക്ക് ദോഷമാണെന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പം ഇത് എത്രത്തോളം സത്യമുണ്ടോ എന്നും ഇത് ശരിക്കും എന്താണ് എന്ന് നമുക്കിന്ന് മനസ്സിലാക്കാം. മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ എന്നൊക്കെ പറഞ്ഞ പോലെ ഫിസിക്കൽ പ്ലാനറ്റ്സ് അല്ല രാഹുവും കേതു. ഇതൊരു പോയിന്റ് ഇൻ സ്പേസ് ആണ്. അപ്പം ഭൂമിക്ക് ചുറ്റും ചന്ദ്രൻ ചുറ്റുന്ന സമയത്ത് സൂര്യൻ്റെ ചുറ്റും ഭൂമി ചുറ്റുന്ന സമയത്തും ആ ഒരു പോയിന്റ് ഇൻ്റർസെക്റ്റ് ആവും. അപ്പം ആ ഒരു പോയിൻറ്റിൻ്റെ നോർത്ത് ആൻഡ് സൗത്ത് നോഡാണ് രാഹുവും കേതു. അപ്പം അത് ശരിക്കൊരു ഫിസിക്കൽ പ്ലാനറ്റ് അല്ല. നമ്മുടെ ജാതകം എഴുതുമ്പം ഒരു കുഞ്ഞ് ജനിച്ച സമയത്ത് ആ ഒരു സെക്കൻഡ്, ആ ഒരു മൂമെൻറ്റിൽ നമ്മുടെ പ്ലാനറ്ററി പൊസിഷൻസാണ് ആ ഒരു കൊച്ചിൻ്റെ ലൈഫ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ വിചാരിക്കും ആ ഒരു പോയിന്റിൽ രാഹുവും കേതുവും അതല്ലാണ്ട് മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, ശനി അതൊക്കെ ആ ഒരു പോയിന്റിൽ സ്റ്റേഷനറി ആണെങ്കിൽ എങ്ങനെയാണത് നമ്മുടെ ലൈഫിലെ കാര്യങ്ങൾ അഫക്റ്റ് ചെയ്യണമെന്ന്. രാഹുവും കേതു എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു പേടിയല്ലേ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം എത്രത്തോളം രാഹുവും കേതുവും അവരുടെ ഒരു മനുഷ്യൻ്റെ ബിഹേവിയേഴ്സും ഒരു മനുഷ്യൻ്റെ സ്ട്രെങ്ത് ഡിറ്റർമൈൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. പേടിക്കേണ്ട, ഈ വീഡിയോ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ജാതകം നോക്കിക്കഴിഞ്ഞാൽ ഒരുവിധം രാഹുവും കേതുവിൻ്റെ പൊസിഷൻസ് നോക്കിയിട്ട് നല്ലതാണോ അതോ അല്ലയോ എന്നുള്ളൊരു ഐഡിയ കിട്ടും. അപ്പോൾ തുടങ്ങാം. ഈ രണ്ട് നിഴൽ ഗ്രഹങ്ങൾ, ഇവർ ശരിക്കും ഗ്രഹങ്ങളല്ലാത്ത കാരണം, പ്ലാനറ്റ്സ് അല്ലാത്ത കാരണം ഇവരെ ഷാഡോ പ്ലാനറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പം ഈ രണ്ട് ഷാഡോ പ്ലാനറ്റ്സ് ഇതിൽ രാഹുവാണ് നോർത്ത് നോഡ്, കേതുവാണ് സൗത്ത് നോഡ്. അപ്പം രാഹുവാണ് ഒരാളുടെ മെറ്റീരിയൽ ഗ്രോത്ത് ഇതിനെ പുഷ് ചെയ്യുന്നത്. ഒരാൾക്ക് എത്രത്തോളം സക്സസ്ഫുൾ ആവണമെന്നും ഒരാൾക്ക് എത്ര ഫെയിം വേണമെന്നും അവർക്ക് എത്ര അധികാരത്തിലെത്തണം എന്നൊക്കെ തീരുമാനിക്കുന്നത് രാഹുവിൻ്റെ പൊസിഷനാണ്. അതുമാത്രമല്ല ലൈഫിൽ കൂടുതൽ റിസ്ക് എടുക്കാനും ഇനിയും മുന്നോട്ട് പ്രോഗ്രസ് ചെയ്യാൻ വേണ്ടി പുഷ് ചെയ്യുന്നത് രാഹുവാണ്. ഒരാളുടെ രാഹുവിൻ്റെ പൊസിഷൻ ഭയങ്കര സ്ട്രോങ് ആണെങ്കിൽ ആൾക്ക് എപ്പോഴും ഒരു പ്രോഗ്രസ് ആയിരിക്കും ലൈഫിൽ. നമ്മൾ ചില സമയത്ത് ഒരാളുടെ ജാതകം എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പൊസിഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഐഡിയ കിട്ടും ഇയാളുടെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും എന്ന്, ഒരു ഓവറോൾ പിക്ചർ കിട്ടും. അതുമാത്രമല്ല സെയിം ടൈം രാഹുവിൻ്റെ പൊസിഷൻ നല്ലതല്ലെങ്കിൽ, ഇപ്പം ജാതക ഈ ബർത്ത് ചാർട്ട് എന്നുള്ളൊരു കോൺസെപ്റ്റിൽ രാഹു എന്ന് പറഞ്ഞൊരു ഗ്രഹത്തിൻ്റെ പൊസിഷൻ കറക്റ്റ് അല്ലെങ്കിൽ ദോഷങ്ങളുണ്ടാവാം. ദോഷം എന്ന് പറയുമ്പം എത്ര കിട്ടിയാലും മതിയാവില്ല, ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. അപ്പം അവർ രാഹു സ്ട്രോങ് ആയിരിക്കുന്ന സമയത്ത് പ്രോഗ്രസ് ആയിരിക്കും, സക്സസ് ആയിരിക്കും, ഒരുപാട് ഫൈനാൻഷ്യലി നല്ലതായിരിക്കും, എല്ലാം ഉണ്ടാവും. പക്ഷേ രാഹു പുവർ പൊസിഷൻ, നല്ല പൊസിഷനിലല്ലെങ്കിൽ എത്രത്തോളം ഒരാൾ എന്താ പറയുക എല്ലാം ഉണ്ടെങ്കിൽ പോലും ഒരു ഹാപ്പിനെസ് ഉണ്ടാകത്തില്ല. അപ്പം അതായിരുന്നു രാഹുവിൻ്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്. അങ്ങനെ തന്നെ കേതുവാണ് സൗത്ത് നോഡ്. അപ്പം
ആം, കേതു രാഹു രാഹുവിനെ പോലെ തന്നെ കേതുവും ഒരു പ്രോഗ്രസ്സാണ്, ഒരു പ്രോഗ്രസ്സിന് വേണ്ടിയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഒരു സ്പിരിച്വൽ പ്രോഗ്രസ്സാണ്, മെറ്റീരിയലിസ്റ്റിക് ലൈഫല്ല, ഒരു സ്പിരിച്വൽ ലൈഫിലേക്കാണ് നമ്മളെ കേതു കൊണ്ടുപോകുന്നത്. ലൈഫിൻ്റെ ആക്ച്വൽ പേർപ്പസ് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യും. അതുമാത്രമല്ല, നമ്മുടെ പാസ്റ്റ് ലൈഫിൽ എന്തെങ്കിലും എന്തെങ്കിലും ബോദർ ചെയ്യുന്ന ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മളെ കൊണ്ട് മറപ്പിക്കും. അപ്പം നമ്മൾ റെഡി ടു മൂവ് ഫോർവേഡ് എന്നുള്ളൊരു സിറ്റുവേഷൻ ആവും. രാഹുവിൻ്റെ പൊസിഷൻസ് പോലെ തന്നെ കേതുവിൻ്റെയും പൊസിഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നല്ല സ്ട്രോങ് പൊസിഷൻ ആണെങ്കിൽ ഒരാൾ അവരുടെ മെറ്റീരിയലിസ്റ്റിക് ലൈഫിൽ നിന്ന് മാറിയിട്ട് സ്പിരിച്വൽ ലൈഫിലേക്ക് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കും. അറ്റ് ദ സെയിം ടൈം കേതുവിൻ്റെ പൊസിഷൻ നല്ലതല്ലെങ്കിൽ എന്താ ഉണ്ടാവുക, അപ്പം ഈ ഒരു സ്പിരിച്വൽ പാത്തിലേക്ക് പോകുന്ന ആൾ ശരിക്കും ഡിപ്രഷനിൽ പോവും. അതുമാത്രമല്ല, ഒരു ഒറ്റപ്പെട്ട ഒരു ഫീലിംഗ് ആയിരിക്കും, ഒരു ലോൺലി ഒരു ഫീലിംഗ് ആയിരിക്കും. അപ്പം നമ്മൾ വിചാരിക്കും ഈ പൊസിഷൻസൊക്കെ അറിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത്, ഐ മീൻ ഹൗ ഡസ് ഇറ്റ് മേക്ക് സെൻസ് അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഈ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ ജാതകം എഴുതും, എന്നിട്ടാണ് നമ്മുടെ ലൈഫ് ഇങ്ങനെ ആയിരിക്കും എന്നൊരു കോൺസെപ്റ്റ്, ഒരു ഐഡിയ വരുന്നത്. ഒരു ജാതകം നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ഉണ്ടാവുമെന്ന് മാത്രമല്ല, എന്തൊക്കെ ചീത്ത കാര്യങ്ങൾ ഉണ്ടാവുമെന്നും കൂടി നമുക്ക് അറിയാൻ പറ്റും. അതിനെന്തെങ്കിലും പരിഹാരങ്ങൾ നമ്മൾ ചെയ്യുന്നെങ്കിൽ അത് നമുക്ക് ആദ്യമേ അറിയാൻ പറ്റും. സോ കുറേ കാര്യങ്ങൾ നമ്മുടെ പാസ്റ്റ് ലൈഫായിട്ട് കണക്റ്റഡാണ്, റൈറ്റ്? ഒരു കൊച്ച് ജനിക്കുമ്പം ആ കൊച്ചൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ എന്നാലും ആ കൊച്ചിൻ്റെ ജാതകത്തിൽ രാഹുവും കേതുവും ബാക്കി പ്ലാനറ്റ്സിൻ്റെ പൊസിഷൻസൊക്കെ ശരിയല്ലെങ്കിൽ അതിന് ദോഷമായിരിക്കും. അപ്പം അതൊന്നും ചെയ്തിട്ടില്ല ഈ ലൈഫിൽ, റൈറ്റ്? അപ്പം കഴിഞ്ഞ ജന്മത്തിലെ കാര്യങ്ങളും നമ്മുടെ പ്ലാനറ്ററി പൊസിഷൻസൊക്കെയാണ് നമ്മുടെ ഈ ലൈഫ് ഡെറ്റർമൈൻ ചെയ്യുന്നത്. അപ്പം ഇവരുടെ പൊസിഷൻ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇനി നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും വിഘ്നങ്ങളുണ്ടെങ്കിൽ അതെങ്ങനെ മാറ്റാൻ പറ്റുമെന്നും ഈ ജ്യോത്സ്യന്മാർ നമുക്ക് പറഞ്ഞു തരും. ഏതൊക്കെ സമയത്തായിരിക്കും ദോഷം വരാൻ പോകുന്നത്, അവരിത് മാത്തമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. അതുമാത്രമല്ല, ഈ പ്ലാനറ്റ്സ് എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണം, മൂണും സണ്ണും എല്ലാ സെലഷ്യൽ ബോഡീസും മൂവ് ചെയ്യുന്ന കാരണം രാഹുവും കേതും എല്ലാ 18 months കൂടുമ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും, അവരുടെ പൊസിഷൻ മാറിക്കൊണ്ടിരിക്കും. അതിൻ്റെ അർത്ഥം നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഒരു 1.5 വർഷമാകുമ്പം ഒരു മേജർ ചേഞ്ച് നടക്കും. അപ്പോൾ നമ്മൾ ആക്ച്വലി ആ സമയത്ത് നമുക്ക് മനസ്സിലാവില്ല, പക്ഷെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എവറി 1.5 years നമുക്ക് എന്തെങ്കിലും ഒരു മേജർ ചേഞ്ച് നടക്കും. നല്ലതാവാം, ചീത്തയാവാം, പക്ഷേ എന്തെങ്കിലും ഒരു ചേഞ്ച് നടക്കും. അത് ഈ രാഹുവും കേതുവിൻ്റെ പൊസിഷൻസ് മാറുന്ന കാരണമാണ്. നമ്മുടെ ജാതകത്തിൽ 9 ഗ്രഹങ്ങളാണുള്ളത്. ഈ 9 ഗ്രഹങ്ങൾ 12 ഭാവങ്ങളിലാണ് ഉള്ളത്. ഇതിൽ രാഹു ഫസ്റ്റ് അല്ലെങ്കിൽ 5th അല്ലെങ്കിൽ 10th ഭാവത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഒരുപാട് നല്ല ഓപ്പർച്യൂണിറ്റീസ് വരും. നമുക്ക് ഓവറോൾ ഒരു നല്ല സമയമാണ്. അതുപോലെ തന്നെ കേതു ജാതകത്തിൽ 4th, പിന്നെ 4th, 9th, 12th ഈ 3 ഭാവത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് നല്ല സമയമാണെന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാഹുവും കേതുവും നെഗറ്റീവ് ഫോഴ്സസ് ആണ് എന്നുള്ളൊരു മിസ്കൺസെപ്ഷൻസാണ്. നമ്മുടെ ലൈഫിൽ എല്ലാ നല്ല കാര്യങ്ങളും നടക്കുന്നത് രാഹുവും കേതുവിൻ്റെ ഒരു പൊസിഷനിങ് വെച്ചിട്ടാണ്. അപ്പം നമ്മളിത് എത്രയും പെട്ടെന്ന് മനസ്സിലാക്കുന്നു, നമുക്ക് അത്രയും ഒരു ലൈഫിലെ ക്ലാരിറ്റിയും ഒരു പ്രോഗ്രസ്സും ഒരു ഗ്രോത്തും ഉണ്ടാവും. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും ഇങ്ങനത്തെ വീഡിയോസ് ഞാൻ കൊണ്ടുവരുന്നെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയൂ.
അതുമാത്രമല്ല ഇനിയും രാഹുവും കേതുവിൻ്റെ പവേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ സ്ട്രെങ്ത് കൂട്ടാം എന്നുള്ളൊരു കാര്യം അറിയണമെങ്കിൽ അതും പറയൂ. അപ്പം താങ്ക് യു.